13-ാമത്തെ അധ്യായം 12-ാമത്തെ അധ്യായത്തിൻ്റെ തുടർച്ചയാണ്. അതായത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അതുതന്നെയാണ് 13-ാമത്തെ അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. പിതാവ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിലൂടെ ദൈവം നമ്മുടെ പിതാവാണ്. ആ ഒരു പിതൃത്വത്തെ നമ്മൾ ആദരിക്കുന്നു. ഞങ്ങളുടെ പിതാവ് എന്നതിനർത്ഥം മനുഷ്യവംശത്തിൻ്റെ എല്ലാം പിതാവ്. കാരണം നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തത് നമ്മുടെ ദൈവമാണ്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ സ്വർഗസ്ഥനായ അങ്ങനെ പറയുമ്പോൾ സ്വർഗത്തിൽ ആയിരിക്കുന്നവൻ, അതായത് അവിടുത്തെ നീതിയാൽ സകല മനുഷ്യർക്കുമേൽ അധീശത്വം പുലർത്തിക്കൊണ്ട് സ്വർഗമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ആരാധിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും സ്വർഗത്തിൽ മാലാഖമാർ ദൈവത്തെ അനുസരിക്കുന്നത് പോലെ ഭൂമിയിൽ മനുഷ്യർ ദൈവത്തെ അനുസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ട ആഹാരം ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ദൈവത്തിന് നമ്മളോടുള്ള പരിപാലനയിലുള്ള വിശ്വാസത്തെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. പാപങ്ങളുടെ പൊറുതി ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മൾ യാചിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. അങ്ങനെ യാചിക്കുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെ നമ്മൾ ഉറ്റുനോക്കുന്നു. തിന്മയിൽ നിന്ന് അവിടുന്ന് നമ്മെ രക്ഷിക്കും എന്നുള്ള പ്രത്യാശയാൽ അവിടുത്തെ നന്മയിലുള്ള വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കുന്നു. ഈ ഒരു പ്രാർത്ഥന കൂടെ ചൊല്ലേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. കാരണം ഈ പ്രാർത്ഥന വളരെ ബഹുമാനത്തോടും ശ്രദ്ധയോടും കൂടെ ചൊല്ലുവാണെങ്കിൽ അതിലൂടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്.